ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്നൊരു സ്ലീവിൽ എങ്ങനെ ഡിസൈൻ ചെയ്തെടുക്കാൻ നോക്കാം. സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് കേട്ടോ. ആദ്യം നമുക്ക് ലൈനിങ് വെട്ടി വെച്ചിട്ടുണ്ട്. ഇത് നല്ല പീസിൽ ഞാൻ സ്ലീവ് വെട്ടിയിട്ടില്ല. നമുക്ക് ലൈനിങ്ങാണ് കറക്റ്റായി വെട്ടിയിട്ട് ആദ്യം ലൈനിങ് തുണിയിൽ വെച്ച് പിടിപ്പിക്കാം. ഞാനിതൊരു മാർക്കിട്ട് കൊടുത്തിട്ടുണ്ട്, അത് മാറാണ്ടിരിക്കാനാണ് കേട്ടോ. അപ്പോൾ നല്ല പീസ് മേലെ വയ്ക്കുക, അതിൻ്റെ മേലെ ലൈനിങ് പീസ് ഈ മാർക്ക് ഇട്ടത് ഉൾവശത്തായിട്ട് വയ്ക്കുക. എന്നിട്ട് ഇതിൻ്റെ 1/4 ഇഞ്ച് നമുക്കിങ്ങനെ സ്ട്രെയിറ്റായിട്ട് അടിച്ചുകൊണ്ട് വരാം. അടിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. അതിന് നമുക്ക് അങ്ങനെ മറിച്ചിട്ടിട്ട് ഒന്ന് വിരൽ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അങ്ങനെ തിരിക്കുക. എന്നിട്ട് ഒന്ന് ലൈനിങ് ഒന്നും ഇങ്ങോട്ട് വരാത്ത വിധം അടിച്ചിട്ട് ഒന്ന് പതിച്ചടിച്ചു കൊടുക്കാം. നമ്മൾ പതിച്ചടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നേരെ മറിച്ചെടുക്കാം. എന്നിട്ട് ഈ ലൈനിങ്ങിൽ എങ്ങനെയാണോ ഉള്ളത് അതേമാതിരി നമുക്ക് ചുറ്റും ഒന്ന് അടിച്ചെടുക്കാം. നമ്മൾ സ്ലീവ് സാധാ ഡിസൈനൊന്നും വയ്ക്കാത്ത സ്ലീവ് എടുക്കില്ലേ, ആദ്യം അതേമാതിരി സ്ലീവ് ഒന്ന് ചെയ്തെടുക്കാം. എന്നിട്ട് എങ്ങനെയാണ് ഡിസൈൻ ഞാൻ കാണിച്ചു തരാം. നമ്മൾ ലൈനിങ്ങും നല്ല പീസും കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് സെൻറ്റർ ഒന്ന് മടക്കാം. സെൻറ്റർ ഒന്ന് മടക്കാം. എന്നിട്ട് ഇവിടുന്നൊരു 2.5 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതേമാതിരി ഈ ഭാഗത്തും 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. നേരെ തിരിച്ചിടുക. ഈ ഭാഗം ഇതാണ് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഈ കോണിൻ്റെ അവിടെ ഒന്ന് ഇങ്ങനെയൊന്ന് ലൈൻ വരച്ച് കൊടുക്കാം. ഇങ്ങനെയൊന്ന് നമുക്ക് ലൈൻ വരച്ച് കൊടുക്കാം. ചുരുങ്ങിയ ചിലവിൽ നമുക്ക് നല്ല സ്ലീവ് നല്ല ഗ്രാൻഡായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇത് സാരിൻ്റെ പീസാണ്. ഞാൻ നെക്കിന് വേണ്ടി കട്ട് ചെയ്ത് വെച്ചതിൻ്റെ ബാക്കി പീസാണ് കേട്ടോ. ഇതിന് വേണ്ടി പിന്നെയും സാരിയിൽ നിന്ന് കട്ട് ചെയ്തേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇങ്ങനെ വയ്ക്കാം. ഇതിൻ്റെ ലൈന് കാണുന്നുണ്ടാവും. അത് നമുക്ക് ഇതേ കോൺ ഷേപ്പിലൊന്ന് അടിച്ചെടുക്കാം. ഞാൻ ഇവിടെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്, കാണിച്ചിടാം. ഈ ഭാഗത്ത് കൂടെ ആദ്യം ഒന്ന് അടിച്ചെടുക്കുക. ഈ കോൺ ഷേപ്പിലൊന്ന് അടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്കിതിങ്ങനെ തിരിച്ചെടുക്കാനാണ്. അങ്ങനെ അടിച്ചിട്ട് നമുക്കിതൊന്ന് തിരിച്ചെടുക്കാം. തിരിച്ചെടുത്തതിന് ശേഷം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടില്ലേ, മാർക്ക് ചെയ്ത് കൊടുത്തതിൻ്റെ മേലെ കൂടെ നമുക്ക് ട്രയാങ്കിൾ ഷേപ്പിലുള്ളതൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. മാർക്ക് ചെയ്ത് കാണും. അടിച്ചെടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ ചെറിയ പീസും കൂടി ഒന്ന് ഒരു ചെറിയ ലേശം വിട്ടതിന് ശേഷം അതിൻ്റെ അരികൊക്കെ കട്ട് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ. നമുക്ക് വേഗം അടിച്ചെടുക്കാൻ പറ്റുന്നതാണ്, കഷ്ടമൊന്നുമില്ല. സിമ്പിളുമാണ്, പക്ഷെ കാണുമ്പോൾ നല്ല ഗ്രാൻഡായിട്ടും ഉണ്ടാവും കേട്ടോ.
നമ്മൾ ഇനി ഒരു ലേസ് വെച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഈ ലേസിൻ്റെ ഉള്ളിൽ കാണാത്ത വിധത്തിൽ ഒരു 1/4 ഇഞ്ചിൽ നമുക്കിതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് നമുക്ക് കടയിൽ വാങ്ങാൻ കിട്ടുന്ന ലേസാണ്. ഇതൊക്കെ ഗ്ലാസ് ടൈപ്പാണ് കേട്ടോ. അത് കാരണം നമുക്ക് മെഷീനിൽ വെച്ച് അടിക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് ഹെമ്മിങ് ചെയ്തെടുക്കുക. ഒന്ന് ഇങ്ങനെ വെച്ച് ഇങ്ങനെ കാണില്ലേ, ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഇത് നെറ്റ് മാതിരിയുള്ള തുണിയാണ്. അതിനിങ്ങനെ മടക്കിയതിന് ശേഷം നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് ഇതുവരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരിക. എന്നിട്ട് അങ്ങനെ മടക്കിയതിന് ശേഷം ഇങ്ങനെ കോണോട് കോണ് താഴോട്ട് വരെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തുകൊണ്ട് വരിക. അതിനു മുമ്പ് നമുക്ക് ഈ ആരി വർക്കൊക്കെ ചെയ്യുന്ന മാതിരിയില്ലേ, അതിനെ ചെറിയൊരു ഡിസൈനും കൂടി നമുക്ക് ചെയ്തെടുക്കാം. ഇത് പ്ലെയിൻ അല്ലേ സെൻറ്റർ. അപ്പോൾ നമുക്ക് സെൻറ്റർ ഒന്ന് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് സാധാ മെഷീനിൽ തുണി സൂചി തന്നെ ഇട്ടിട്ടൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. 1 ഇഞ്ച് നീളത്തിൽ നമുക്കിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരച്ചു കൊടുക്കാം. ശേഷം സാധാ മെഷീൻ തന്നെ ഇത് പിങ്ക് കളറല്ലേ, പിങ്ക് കളറിൽ നമ്മൾ ഈ ബ്ലൗസിൻ്റെ നൂലിട്ടിട്ട് തന്നെ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് അടിച്ചുകൊണ്ട് വരാം. ഇത് എംബ്രോയിഡിങ് നൂലുണ്ടെങ്കിലും നന്നായിട്ടുണ്ടാവും. ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല, സാധാ മെഷീനിൽ നമുക്ക് അതേ നൂലിട്ട് തന്നെ ഒന്നും കൂടി ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇങ്ങനെ ഡബിൾ സ്റ്റിച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ ബീഡ്സ് കൊടുത്താലും നല്ല ഭംഗിയുണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓരോരോ ലൈന് നമ്മൾ ഒന്ന് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ ഓരോരോ ലൈനും നമ്മൾ ചെയ്തിട്ടെടുത്തു. റോസിൽ റോസ് തന്നെയാണെങ്കിൽ നന്നായിട്ടുണ്ടാവില്ല, നന്നായിട്ടുണ്ടാവുന്നില്ല, ഒരേ കളറാകുമ്പോൾ നമുക്ക് അറിയില്ല. അപ്പോൾ ഈ കളർ എടുത്തിട്ട് കോൺട്രാസ്റ്റ് ആയിട്ട് ഏത് കളറാണോ ബ്ലൗസ് നമ്മൾ ഡിസൈൻ കൊടുക്കുന്ന കളറിൻ്റെ നൂലെടുത്തിട്ട് ഒന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ അതൊന്ന് സെപ്പറേറ്റ് ആയിട്ട് അറിയും. പിന്നെ ഇതിൻ്റെ നമുക്ക് ഓരോരോ ഇഞ്ച് വിട്ടിട്ട് ഇങ്ങനെ ഷുഗർ ബീഡ്സ്, ഇത് സിൽവർ കളറ് ബീഡ്സാണ്, അത് നമുക്ക് ഓരോരോ ഇഞ്ചിൽ നമുക്ക് ഇങ്ങനെ സെൻറ്ററായിട്ട് അങ്ങനെ 1 ഇഞ്ച് വിട്ട് നമുക്കൊന്ന് ചെയ്തെടുക്കാം. ഈ 5 ലൈനിൽ നമുക്ക് ഇങ്ങനെയൊന്ന് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ ലൈസും കൂടി നമുക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ടുള്ള ഡിസൈന് നമുക്ക് കിട്ടുന്നതായിരിക്കും. കണ്ടോ? പക്ഷേ കുറച്ച് ഹെമ്മിങ് ചെയ്യാനുള്ള പാടാണേ ഉള്ളൂ. ഇല്ലെങ്കിൽ ഇങ്ങനത്തെ കണ്ണാടി ലേസ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ സാധാ ലേസില്ലേ, സാധാ ലേസും വെച്ച് കൊടുക്കാം. അത് നമുക്ക് മെഷീൻ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനൊരു സ്ലീവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഞാനിതൊക്കെ നല്ല ഹെമ്മിങ് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ സെൻറ്ററായിട്ട് ഓരോരോ ഇഞ്ച് ഗ്യാപ്പിൽ ഈ ഷുഗർ ബീഡ്സ് സിൽവർ കളറിൻ്റെ ബീഡ്സാണ്. അത് നമ്മൾ ചോക്ക് മാർക്ക് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അത് പൂവ് കേട്ടോ, കുറച്ച് ഇങ്ങനെ ആക്കി വെച്ച പൂവും ഭംഗിയില്ലേ. അപ്പോൾ നല്ല ചുരുങ്ങിയ ചിലവിൽ നമുക്ക് സ്ലീവ് നല്ല ഗ്രാൻഡായിട്ട് ആരി മോഡൽ നമുക്ക് പോലെ ചെയ്തെടുക്കാം. എല്ലാവരും ഇഷ്ടപ്പെട്ടു വെച്ചാൽ ട്രൈ ചെയ്ത് നോക്കുക. സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.